നമുക്കറിയാം വ്യൂവർഷിപ്പോ റേറ്റിംഗ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ അതായിരിക്കും പറയാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ അത് തന്നെയാണ് പറയാൻ പോകുന്നത്. എന്തായാലും സ്മാക്ഡൗണിൻ്റെ വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ റേറ്റിംഗ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് ആദ്യം നമുക്കൊന്ന് നോക്കാം. അത് 2.1 മില്യൺ ആയിരുന്നു, 1 മില്യൺ സംതിങ് ആയിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം കുറച്ചുകൂടെ കൂടി 2.3 മില്യൺ സംതിങ് ആയിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു റേറ്റിംഗ് ആണ്. എന്തായാലും റോയെ കൂട്ടല്ല, റോയ്ക്ക് എപ്പോഴും 1.5 1.4 ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്മാക്ഡൗൺ ഒരു 2 hour ഷോ ആണ്, റോ ഒരു 3 hour ഷോ ആണ്. സോ അതുകൊണ്ടാണ് എന്തായാലും റോ ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ ഒരു 2 hour ഷോ ആയിട്ട് മാറട്ടെ. എന്നാലും റോയ്ക്കും വ്യൂവർഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇൻക്രീസ് നടത്താൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് ഈ ഒരു 3 hour ഷോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാം റോ പലപ്പോഴും നമുക്കറിയാം വേണ്ടാത്ത കുറേ മാച്ച് ഇടയ്ക്ക് തിക്കി കയറ്റി ആ ഒരു 3 മണിക്കൂർ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് ചെയ്യേണ്ടായല്ലോ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് അത്ര വ്യൂവർഷിപ്പും കളയുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് 2 മണിക്കൂർ റോയാണ് എന്തുകൊണ്ട് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാഷ് ഓഫ് ദി കാസിൽ പുതിയൊരു മാച്ച് കൂടി ആഡായിരിക്കുകയാണ്. ആ ഒരു മാച്ച് എന്ന് പറയുന്നത് IC ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മാച്ചാണ്, സാമി സൈൻ വേഴ്സസ് ചാഡ് ഗേബിൾ മാച്ച്. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാച്ചായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാഡ് ഗേബിളിൻ്റെ കോൺട്രാക്റ്റ് ഈ വരുന്ന ജൂൺ 7 അവസാനിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാണ് ക്ലാഷ് ഓഫ് ദി കാസിൽ നടക്കുന്നത്. സോ മിക്കവാറും എനിക്ക് തോന്നുന്നു WWE അത് റിന്യൂ ചെയ്യുമെന്ന് നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ റിന്യൂ ചെയ്തിട്ടില്ല ചാഡ് ഗേബിളിൻ്റെ കോൺട്രാക്റ്റ് എന്ന്. സോ റിന്യൂ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മാച്ച് വെക്കില്ലല്ലോ. എന്തായാലും ഉടനെ റിന്യൂ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസിനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. അതായത് ജോൺസിനെ സ്ഥിരം പരിപാടി, അതായത് ക്യാപ്ഷൻ ഇടാതെ ഒരു പോസ്റ്റ് ഇടുക. എന്തായാലും ഇപ്രാവശ്യം ക്യാപ്ഷൻ ഇടാതിട്ട ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ മീഡിയ ഇട്ട ഇൻസ്റ്റാഗ്രാമിലിട്ട ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ AJ സ്റ്റൈൽസിൻ്റെയാണ്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ട AJ സ്റ്റൈൽസ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ കോഡ് റൂട്ട്സ് അവരുടെ ആ ഒരു സെഗ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ആ ഒരു പോസ്റ്റ് ഇട്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജോൺസിനൊക്കെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സംഭവം കാണുമ്പോൾ അദ്ദേഹം ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യുമെന്ന്. എന്തായാലും എനിക്ക് തോന്നുന്നു ജോൺസിനേക്ക് AJ സ്റ്റൈൽസ് അല്ലെങ്കിൽ കോഡ് റൂട്ട്സ് ആ ഒരു സെഗ്മെൻറ്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം, എന്തെങ്കിലും ഫ്യൂഡാണോ ഇനി AJ സ്റ്റൈൽസുമായിട്ട്, അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഒരുപക്ഷേ ഇന്നലെ നമ്മുടെ AJ സ്റ്റൈൽസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് പ്രമാണിച്ചാണോ എന്നും അറിയില്ല. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ് AJ സ്റ്റൈൽസ് ജോൺസിന് ആ ഒരു ഫ്യൂഡ് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു ഫ്യൂഡാണ്. സോ അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലായിരിക്കാം. എന്തായാലും നമുക്കറിയാം TNA ഒരു സമയത്ത് നിയന്ത്രിച്ചത് TNAയുടെ ഫേസ് നമ്മുടെ AJ സ്റ്റൈൽസ് ആയിരുന്നു, ഇപ്പുറത്തെ ജോൺസിനെ ആയിരുന്നു WWE ഫേസ്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഫ്യൂഡായിരിക്കാം. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് ഹെൻറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാൻ സാധിക്കുന്നത് മാർക്ക് ഹെൻറിയുടെ AEWമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചു എന്നാണ്. അത് നമ്മളെല്ലാം അറിഞ്ഞ കാര്യമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് AJ സ്റ്റൈൽസ്, കോഡ് റോഡ്സ് ഇവരുടെ ആ ഒരു സെഗ്മെൻറ്റിൽ മാർക്ക് ഹെൻറി ഇടപെടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ മാർക്ക് ഹെൻറി സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതായത് മിക്കവാറും മാർക്ക് ഹെൻറി WWE സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു റെസ്ലറായിട്ട് വരുമെന്ന്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഇന്ത്യൻ അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജിലൊക്കെ വർക്ക് ചെയ്യാനായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ആ ഒരു ഫ്യൂഡിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും മാർക്ക് ഹെൻറിയൊക്കെ വന്നാൽ നല്ലതാണ്. കാരണം മാർക്ക് ഹെൻറി ജോൺസിന് ഇതുപോലൊരു സെഗ്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമാകും മാർക്ക് ഹെൻറി എന്നൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജെയ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം മണി ഇൻ ദ ബാങ്ക് മാച്ചിൽ ലാഡർ മാച്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, മിക്കവാറും അദ്ദേഹം തന്നെയായിരിക്കും ഒരു മണി ഇൻ ദ ബാങ്ക് മാച്ച് വിജയിക്കാൻ പോകുന്നതെന്ന്. അതിൻ്റെ ഒരു ലക്ഷണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തെ ഫസ്റ്റ് പിക്കായിട്ട് WWE എടുത്തു. അതൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുപ്പിച്ച് കുറച്ച് മാച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തുടങ്ങി. സോ അത് എന്നിട്ടും അദ്ദേഹത്തിന് ഹൈപ്പ് കുറഞ്ഞിട്ടില്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. സോ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് മിക്കവാറും ജെയ്യൂസ് ഈ ഒരു മണി ഇൻ ദ ബാങ്ക് വിജയിക്കുവാൻ തന്നെയാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും നമുക്കറിയാം നേരത്തേക്ക് മണി ഇൻ ദ ബാങ്ക് പ്രഡിക്റ്റബിൾ ആയിരുന്നു ആര് വിജയിക്കുമെന്നുള്ള കാര്യം. വിൻസ് McMahon അങ്ങനെ ആരാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ആ ഒരു പ്ലാന് മിക്കവാറും എല്ലാവരും അറിയും. അങ്ങനെ അത് പുറത്തേക്ക് വരും, നമുക്കറിയാം ആരാണ് വിജയിക്കാൻ പോകുന്നത്. പക്ഷേ ട്രിപ്പിൾ എച്ചിൻ്റെ അടുത്തേക്ക് എന്നപ്പോഴത്തേന് അറ്റ് ദ എൻഡിലാണ് അദ്ദേഹം പ്ലാൻ ചേഞ്ച് ആക്കുന്നത്. സോ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതിൽ നമ്മൾ പലരുടെയും പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു വ്യക്തിയായിരിക്കും വിജയിക്കാൻ പോകുന്നത്. പക്ഷേ ട്രിപ്പിൾ എച്ച് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ മാറ്റാറുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചില്ല ഡാമിൻ പ്രീസ്റ്റ് വിജയിക്കും, നമ്മൾ വേറെ പലരുടെയും പേരായിരുന്നു പറഞ്ഞിരുന്നത്. സോ ഇപ്പോഴും ജെയ്യൂസ വിജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. മിക്കവാറും എനിക്ക് ജെയ്യൂസ തന്നെ വിജയിക്കുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് വിക്കായിട്ടൊന്നും അദ്ദേഹത്തെ എടുക്കത്തില്ല, എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ട്രിപ്പിൾ എച്ച് എല്ലാം പ്ലാൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ
എന്തായാലും ഇപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട് മണി ഇൻ ദ ബാങ്കിൽ പങ്കെടുക്കുമെന്ന്, വിജയിക്കാനും സാധ്യത അദ്ദേഹമാണെന്നാണ് തോന്നുന്നത് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇനി അടുത്ത അപ്ഡേറ്റ് ലിവ് മോർഗൻ, ഡൊമിനിക് മിസ്റ്റീരിയോ. എന്തായാലും ഇവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ വേറെ ലെവൽ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, നല്ല സ്റ്റോറി ലൈനാണ്. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എന്തായാലും ഡൊമിനിക്ക് നമ്മൾ ഒരു സമയത്ത് വിചാരിച്ചു അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ വേറെ ലെവൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലിവ് മോർഗൻ അതുപോലെ തന്നെ ആ ഒരു ഡൊമിനിക് മിസ്റ്റീരിയോ സ്റ്റോറി ലൈൻ, അതിൻ്റെ കൂല് നമ്മൾ ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇതിനേക്കാട്ടി നല്ല നല്ല കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ പങ്കിട്ടിരുന്നു. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫോണിലുണ്ടായ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോ ആയിരുന്നു തോന്നുന്നു. അതിങ്ങനെ അദ്ദേഹം സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം കാണിക്കുന്നത് ലിവ് മോർഗൻ തൻ്റെ എല്ലാ പോസ്റ്റിനും, അതായത് സോഷ്യൽ മീഡിയ ഇട്ടിരിക്കുന്ന എല്ലാ പോസ്റ്റിനും ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നൊരു ചെയ്തുകൊണ്ടൊരു സ്ക്രീൻഷോട്ടാണ് അദ്ദേഹം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ക്രോൾ ചെയ്തുകൊണ്ട്. എന്തായാലും അത് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല, നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോയി കാണാൻ സാധിക്കും. അത് മിക്കവാറും അതിൻ്റെ സ്റ്റോറിയൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. സോ അത് കാണിക്കുന്നത് ഇവരും, അതായത് ലിവ് മോർഗൻ അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ ആ ഒരു സ്റ്റോറിയുടെ സംതിങ് ആണ്. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ഇതിനെക്കാട്ടി മികച്ച കാര്യം കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൈബൽ ചീഫ് ഹെഡ് ഓഫ് ദ ടേബിൾ റോമൻ റെയ്ൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതായത് റോമൻ റെയ്ൻസിൻ്റെ ഒരു പുതിയ തീം സോങ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ റോമൻ റെയ്ൻസിൻ്റെ ഒരു പുതിയ തീം സോങ് ഒക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവരും അത് കണ്ടിട്ട് പറയുന്നു റോമൻ റെയ്ൻസിന് തിരിച്ചു വരുമ്പോൾ ഈ ഒരു തീം സോങ് ഇട്ടുകൊണ്ടാണ് വരാൻ പോകുന്നതെന്ന്. എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ തീം സോങ് ഒന്നുമല്ല, അതേതോ ഒരു AI ജനറേറ്റ് ചെയ്തെടുത്ത ഒരു തീം സോങ് മാത്രമാണെന്നാണ്. ബട്ട് കൂലായിട്ട് പരക്കുന്ന ഒരു കാര്യം, അദ്ദേഹം വരുമ്പോൾ ഈ ഒരു തീം സോങ് ഇട്ടുകൊണ്ടൊക്കെ ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ്. എന്തായാലും അങ്ങനെയൊന്നുമില്ല, ഇത് AI ജനറേറ്റഡ് സംഭവം മാത്രമാണ്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മളെ നേരത്തെ ഒന്നും ഈ ഒരു തീം സോങ് ഒന്നും കാണിക്കാറില്ല WWE. ആ ഒരു സമയത്ത് ആ ഒരു സംഭവങ്ങളൊക്കെ റിവീൽ ചെയ്യത്തുള്ളൂ. എന്തായാലും ഷേമസിൻ്റെ ആ ഒരു തീം സോങ്ങിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞു, അതിൻ്റെ തീം സോങ് മാറിയ രീതിയും, അല്ലെങ്കിൽ റോമൻ റെയ്ൻസിൻ്റെ ആ ഒരു പുതിയ തീം സോങ് വരുമ്പോൾ അത് ഇപ്പോഴത്തെ ആ ഒരു തീം സോങ് പണ്ട് വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ബട്ട് അതെങ്ങനത്തെ തീം സോങ് ആണ് എന്നുള്ള കാര്യമൊന്നും അവർ റിവീൽ ചെയ്തില്ല. അദ്ദേഹം വന്നതിന് ശേഷമാണ്, 2 ദിവസം കഴിഞ്ഞാണ് ആ ഒരു തീം സോങ് വരെ നമ്മുടെ എന്താ പറയുക യൂട്യൂബ് മ്യൂസിക്കിലോ അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലോ ഒക്കെ അവൈലബിൾ ആവുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അതങ്ങനെ ലീക്കാകില്ല, വന്ന ശേഷം മാത്രമേ ലീക്കാകത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ റൂമേഴ്സ് പോലെ, അതായത് ആര് ജയിക്കും ഇവർ ജയിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ ഒരിക്കലും തീം സോങ്സ് ഒന്നും ലീക്കാകാറില്ല.